ഹായ് ഫ്രണ്ട്സ്, ഇറച്ചിക്കേക്ക് ഇറാനിപ്പോള ഇതിനോടൊരു സാദൃശ്യം തോന്നിയെങ്കിലും അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇത് അതൊന്നുമല്ല കേട്ടോ, അതൊക്കെ മേലെയാണ്. അപ്പോൾ എന്താ നോക്കല്ലേ, ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് നമ്മളെ താരത്തിന് വേവിക്കാനുള്ള വെള്ളം എടുക്കുകയാണ് കേട്ടോ. എന്താ സാധനം എന്ന് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാനൊരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ തന്നെ വേറെ മസാല ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ചിലർക്കെങ്കിലും എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ. വേറെ ഒന്നുമല്ല, മാഗി. വലിയ നല്ല സാധനമൊന്നുമല്ല, എന്നാലും വല്ലപ്പോഴും ടേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേറൊരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ഇടാം കേട്ടോ. വെല്ലുള്ളി, തക്കാളി, ക്യാരറ്റ് ഇത്യാദി സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ ഒരുപാടൊന്നും ഇട്ട് ഓവറാക്കണില്ല. അതവിടെ കിടന്ന് ഇങ്ങനെ വഴന്ന് വരുമ്പോഴേക്കും നമ്മളെ വെള്ളം അപ്പുറത്ത് തിളച്ചണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 പാക്ക് മാഗി കൊണ്ടാണ് ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാക്കിന് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. വെള്ളം തിളച്ച് വരുമ്പം ഈ മാഗി പാക്കറ്റിലുള്ള മസാല ഇട്ട് കൊടുക്കാതെ ആ നൂഡിൽസ് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നവരെ ഗ്യാസുമ്മൽ വെക്കട്ടെ. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി വേവായിനോ എന്നുള്ളത്. ഇനി ഈ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ഗ്രീൻ പീസ് കേട്ടോ, ഫ്രോസൺ ഗ്രീൻ പീസാണ്. നിങ്ങളെ കയ്യിൽ ഫ്രോസണൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റോ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് വേവിച്ചത് അതൊക്കെ ഇട്ട് കൊടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഗ്രീൻ പീസ് ഒന്ന് കുക്കായി വന്നപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാഗിയിലുണ്ടെങ്കിൽ മസാല ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ മുന്നേ പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഓപ്ഷനിലാണ്. ഇനി ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മളെ ന്യൂഡിൽസ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മൾക്കിത് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് മിക്സ് ചെയ്യാൻ പറ്റൂല. അത് ആവി പോകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മുട്ട മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 4 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് 2 പാക്കറ്റിന് 4 കോഴിമുട്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ച ന്യൂഡിൽസും, ചൂടാറാന്ന് പറയുമ്പോൾ ഒരുപാട് തണുക്കരുത് കേട്ടോ, ജസ്റ്റ് ആ ആവി ഒന്ന് പോകാൻ വേണ്ടി മാത്രം വെച്ചതാണ്. എന്നിട്ട് അതും അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഒരിക്കലും നല്ലോണം തണുക്കരുത്, അപ്പോൾ കട്ട പിടിച്ചു പോവും. എൻ്റെ ഇതിവിടെ കുറച്ചൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഈ മുട്ട മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടോ. പിന്നെ ഓരൊക്കെ പോയി കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇട്ടിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പം അപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം നല്ല മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ അതേ പാൻ എടുത്തിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പാനിൻ്റെ എല്ലായിടത്തേക്കും നെയ്യ് ഉരുകി വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നിരപ്പാക്കി ഒരേ ലെവലിലാക്കി എടുക്കുക കേട്ടോ. നമ്മൾ സ്പാച്ചുലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നിരപ്പാക്കി എടുക്കാം. എന്നിട്ട് മൂടിയിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ മേലെ കോഴിമുട്ട ഒന്നും അങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ എത്തുമ്പം അത് കുക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രൈ പാനിലേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതേ പാനിലേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ എളുപ്പത്തിന് ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മാഗി കേക്ക് റെഡി ആയിട്ടോ. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്. അപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇതേപോലെ മാഗി കൊണ്ട് അതൊരു കേക്ക് ഉണ്ടാക്കി നോക്കല്ലേ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.